മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉയിർപ്പുകാലം 3-ാം ഞായർ. തിരുസഭാ മാതാവ് ഇന്നത്തെ വായനകളിലൂടെയെല്ലാം ഒരു ദൗത്യം ഓരോ വ്യക്തികളെ ഏൽപ്പിക്കുന്നതാണ് നാം ധ്യാനിക്കുന്നത്. മോശയെ, ദാവീദിനെ, വിശുദ്ധരെ, നാം ഓരോരുത്തരെയും കർത്താവ് ഓരോ ദൗത്യം ഏൽപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലൂടെ പത്രോസിനെ ദൗത്യമേൽപ്പിക്കുന്ന ഈശോയെ നാം കാണുന്നു. ഇവിടെ പത്രോസ് ശ്ലീഹായെ കർത്താവ് ഒന്ന് വീണ്ടെടുക്കുകയാണ്. പത്രോസ് ശ്ലീഹായെ കുറിച്ചൊന്ന് ചിന്തിക്കുക. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് സഭയുടെ അടിസ്ഥാന പാറയായി മാറിയ പത്രോസിനെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ടുപോവുകയില്ല എന്ന ഉറച്ച ബോധ്യമുള്ള പത്രോസിനെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലും നാം കാണുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരിൽ പത്രോസ് ശ്ലീഹയ്ക്കായി പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കുന്നുണ്ട്. ശിമയോൻ, ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പത്രോസിന് ഈശോ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നൽകിയത്. എന്നാൽ ഗുരുവിനെ ബന്ധനസ്ഥനാക്കിയ തണുത്ത ഒരു രാത്രിയിൽ ഒരാശ്വാസത്തിനൊരുക്കിയ തീയുടെ ചൂടിലിരുന്ന പത്രോസ് എവിടെയൊക്കെയോ ഇക്കാര്യങ്ങളെല്ലാം മറന്നുപോകുന്നുണ്ട്. അയാളുടെ വിളിയുടെ മഹത്വം നിരാശയിലങ്ങ് മുങ്ങിപ്പോയി. എന്നിട്ട് ഫലമില്ലാത്ത രാത്രിയുടെ നീണ്ട അധ്വാനത്തിലേക്ക് അയാൾ വീണ്ടും വീഴുമ്പോൾ മറ്റൊരു തീക്കൂന അയാൾക്കായി സജ്ജീകരിക്കപ്പെട്ടു. അത് തിബേരിയാസിൻ്റെ തീരത്തായിരുന്നു. അത് ഒരു വീണ്ടെടുപ്പിനൊരുക്കപ്പെട്ട തീയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും വിളി മറന്ന് ക്രിസ്തീയ ജീവിതവും മൂല്യവും എല്ലാം മറന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അപ്പോഴും വീണ്ടെടുപ്പിനുള്ള തീക്കൂന നമുക്ക് ഒരുക്കപ്പെടുന്നുണ്ട്. അത് പരിശുദ്ധ അൾത്താരയിലാണ്. ആ തീ സ്നേഹത്താൽ എരിയുന്ന പരിശുദ്ധ കുർബാനയാണ്. നിരാശയിൽ വീണ്ട പത്രോസിനെ വീണ്ടെടുക്കാൻ തീ ഒരുക്കിയത് ഈശോയാണ്. ഇന്ന് നമുക്ക് വേണ്ടിയും സ്നേഹത്തിൻ്റെ തീക്കൂന ഒരുക്കുന്ന കർത്താവിനെ നാം കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷവും നൽകുന്ന ഒന്നാമത്തെ സന്ദേശവും ഇതുതന്നെയാണ്. രണ്ടാമതായി ഈശോയുടെ ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളത്. വെറുതെ അടുപ്പമുള്ള ഒരു വ്യക്തിയോട് ചോദിക്കുക, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. ആദ്യത്തെ കാഷ്വലായ ഉത്തരം കേട്ടാൽ വീണ്ടും ഒന്നുകൂടെ ചോദിക്കുക. മൂന്നാമത് കൂടി ഒന്ന് ചോദിച്ചാൽ അത് അയാളുടെ ഹൃദയത്തിലേക്ക് തുളയ്ക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് തന്നെയാണ് പത്രോസ് ശ്ലീഹായ്ക്കും സംഭവിക്കുന്നത്. മൂന്നാമത്തെ ആ ചോദ്യം അയാളെ പലതും ഓർമ്മിപ്പിച്ചു. ആ ചോദ്യം പത്രോസിൻ്റെ കണ്ണ് നിറഞ്ഞു കാണണം. അയാൾ പറയുന്നത് നിനക്കെല്ലാം അറിയാമെന്ന്. ശാന്തമായി ഈ ചോദ്യം ഒന്ന് നമ്മുടെ മനസ്സിൽ ഉരുവിട്ടാൽ ചിലപ്പോൾ പത്രോസിനെ പോലെ നമ്മളുമാകും. കർത്താവേ, നിനക്കെല്ലാം അറിയാം. എൻ്റെ ഉറച്ചത് എന്ന് കരുതിയ തീരുമാനങ്ങൾ മാറിപ്പോയത്, നിന്റെ സ്നേഹം ഒരിക്കലും വിടില്ല എന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ ഒരു ചാപിള്ള കണക്കിന് കിടക്കുന്നത്, ഇനി ഒരിക്കലും ഇല്ല എന്ന് കരുതിയ തഴക്കദോഷങ്ങളുടെ നീണ്ട പട്ടിക, അങ്ങനെ എത്രയെത്ര എണ്ണം. കർത്താവേ, നിനക്കെല്ലാം അറിയാം. എൻ്റെ വീഴ്ചകൾ നിനക്കറിയാം, എൻ്റെ പരിശ്രമങ്ങൾ നിനക്കറിയാം. അവിടെ നിന്നാണ് ശരിക്കും വീണ്ടെടുപ്പ് തുടങ്ങുന്നത്. അനുതാപത്തോടുകൂടിയുള്ള സ്നേഹത്തിൻ്റെ ഏറ്റുപറച്ചിൽ. ഈശോ പത്രോസിനോട് പറയുന്നത് എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്നാണ്. നാം എല്ലാം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമുക്കും ക്രിസ്തു തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണ് കുഞ്ഞാടുകളെ മേയിക്കുക എന്നുള്ളത്. ഒരു കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ കുഞ്ഞാടുകൾ എന്ന് പറയുന്നത് ആ ഭവനമാണ്. ഒരു വികാരിയച്ഛൻ്റെ കുഞ്ഞാടുകൾ ആ ഇടവക ജനം, ഒരു മെത്രാൻ്റേത് ആ രൂപത, മാർപ്പാപ്പയുടേത് സാർവത്രിക സഭ. അതിനെ സമാധാനത്തിൽ മേയിക്കുക എന്ന ദൗത്യം ക്രിസ്തു ഏൽപ്പിച്ചു തന്നതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന ദൗത്യം എല്ലാവർക്കും ഉള്ളതാണ്.
ഈ കാലഘട്ടത്തിൽ പത്രോസ്ലിഹയോട് ഈശോ പറയുന്ന ഓരോ വാക്കും നമ്മോടുകൂടിയുള്ളതാണ്. ഒറ്റ ചോദ്യത്തിൽ ഒന്നുകൂടി ആ വ്യക്തിയുടെ ജീവിതത്തെ ക്രിസ്തു പുനർക്രമീകരിക്കുക. ആ ഒരു ചോദ്യം മതി നമ്മുടെ ജീവിതവും ഒന്ന് പുനഃക്രമീകരിക്കപ്പെടാൻ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആമേൻ.